വീഡിയോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ള പരിചയമില്ല. ഞാനിങ്ങനെ കുറേ വീഡിയോസൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത്, ജാസ്മിൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പം അതിൽ അവർ മകളെ കുറേ വിശ്വാസമാണ്, അതാണ് ഇതാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നോക്കേണ്ട കാര്യമില്ല, എന്തോ ആയിക്കോട്ടെ. ഞാനതിൽ ചില വേർഡ്സ്, അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ലൈവ്, അതായത് വീഡിയോ ഇട്ട് ചെയ്യുന്നത് ആൾക്കാരെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആരും ചിന്തിക്കരുത്. അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ വേറൊരാളടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പരെ ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയാം, എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. പക്ഷെ ഇത് നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നാൽ എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം മുടങ്ങിയതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അതിൽ തന്നെ മൂപ്പര് പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു. അപ്പം അത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും. അങ്ങനെ വലിയ ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പർ പറയേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കല്യാണം ഡിസംബർ 22, 2022 കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മുടങ്ങി. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നല്ല, കല്യാണം മുടങ്ങിയതല്ല, ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു. അത് കാരണം എനിക്ക് പറയുന്നതുകൊണ്ട് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല. ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി. കല്യാണമല്ലേ, ടൈം ഉണ്ടല്ലോ, എന്തായാലും കുട്ടി ഉണ്ട്, എല്ലാം റെഡിയാണ്, കല്യാണം കഴിക്കാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്രയോ ഭാഗ്യമായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് മുടങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ നീട്ടിപ്പോയി. പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം, ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം. അപ്പോൾ അതിന് ഇടയിലാണ് ഞങ്ങളെ ബ്രേക്കപ്പ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടാൾക്കും ഒത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ഉണ്ടായി. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഓളൊപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം നീട്ടി വെച്ചു. അല്ലാണ്ട് ഞാൻ അവൾക്കും അവളെ ഫാമിലിക്കും എതിരെ ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല. മൂപ്പര് പറയുന്ന കേട്ടാൽ അങ്ങനെയൊക്കെ പലതും ചിന്തിക്കുക. ഞാനങ്ങനെ കേട്ടിട്ടാണ് പലതും ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൂപ്പര് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം. ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇനി മൂപ്പര് ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കുകയോ ആരോ എന്തോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പേര് അതിൽ വലിച്ചിടാനോ എൻ്റെ ഫാമിലിനെ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട, എനിക്കത് താല്പര്യമില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തണം. ഇനി എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചു എന്നും നിങ്ങളുടെ മകളെ എല്ലാ ഇതും കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടൊരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും. അപ്പോൾ അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത്.